പ്രിയ സുഹൃത്തുക്കളെ, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം? ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ്. നാം എല്ലാവരും ജീവിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് ജീവിക്കുന്നത്? സ്വയം ഏകനായി ജീവിക്കുന്നുണ്ടോ? അതോ മറ്റുള്ളവരുടെ ജീവിതവും സുന്ദരമാക്കി ജീവിക്കുന്നുണ്ടോ? ശ്രീ രാമസ്വാമി എഴുതിയ ഹൗ ടു ഹെൽപ്പ് അതേഴ്സ് എന്ന പുസ്തകം ഈ ചോദ്യങ്ങൾക്ക് മനോഹരമായ മറുപടി നൽകുന്ന ഒരു വഴികാട്ടിയാണ്. ഒരു മനോഹരമായ ഉദ്ധരണി: മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നാം തന്നെ നമ്മെ ഉയർത്തുകയാണ് എന്നതാണ്. പുസ്തകത്തിൻ്റെ കേന്ദ്ര ആശയം വാക്കിൽ പറഞ്ഞാൽ ഇതാണ്: സഹായം പണം മാത്രമല്ല, സഹായം ഒരു മനോഭാവമാണ്. സഹായം മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. നമ്മിൽ പലരും ചിന്തിക്കുന്നു, എനിക്ക് വലിയ പണമില്ല, എനിക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും? പക്ഷേ ഈ പുസ്തകം പറയുന്നത് ഇതാണ്: ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ഒരാളെ ശ്രദ്ധയോടെ കേൾക്കുക, ഒരാൾ തെറ്റുമ്പോൾ കുറ്റപ്പെടുത്താതെ വഴികാട്ടുക, ഇവയെല്ലാം സഹായങ്ങളാണ്. സഹായം എന്നത് നിനക്കൊപ്പം ഞാനുണ്ട് എന്ന് മറ്റൊരാളെ അനുഭവിപ്പിക്കുന്നതാണ്. സഹായത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. ഒരാൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ വിഷമിക്കേണ്ട എന്ന് പറയുന്നത് മാത്രമല്ല സഹായം. അവൻ്റെ വിഷമം മനസ്സിലാക്കി അവൻ്റെ കൂടെ ഇരിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ സഹായം. ഒരാൾ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ അവനെ അപമാനിക്കാതെ മൃദുവായി ശരിയായ വഴി കാണിച്ചു തരിക. ഒരു വൃദ്ധൻ റോഡ് കടക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഒരു കൈ പിടിച്ച് സഹായിക്കുന്നത് അത് വലിയ സഹായമാണ്. വസ്തു സഹായം ഇതും പ്രധാനമാണ്. പക്ഷേ ഈ പുസ്തകം പറയുന്നത് പണം നൽകുന്നതിനേക്കാൾ വലിയതാണ് ഹൃദയം നൽകുന്നത്. ശ്രീ രാമസ്വാമി പറയുന്നു, സഹായിക്കുമ്പോൾ അഹങ്കാരം ഒരിക്കലും ഉണ്ടാകരുത്. സഹായം എന്നത് ഞാൻ വലിയവൻ നീ ചെറുതാണ് എന്ന് കാണിക്കുന്നതല്ല, നാം രണ്ടുപേരും മനുഷ്യരാണ് എന്ന ബോധമാണ്. സഹായിക്കുമ്പോൾ നമ്മുടെ കൈ ഒരിക്കലും ഉയരരുത്. സഹായിക്കുമ്പോൾ നമ്മുടെ കൈ ഒരിക്കലും ഉയരരുത്. മറ്റൊരാളുടെ തല ഉയരണം. അതിൻ്റെ ലിറ്റററി മീനിങ് നോക്കരുത്. അതായത് നമ്മളൊരാളെ സഹായിക്കുന്ന സമയത്ത് നമ്മൾ വലിയ ആളാണെന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വരരുത്. അത് വാങ്ങിക്കുന്ന സമയത്ത് അദ്ദേഹം സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന് തല ഉയരണം. അങ്ങനെ തളർന്നിരിക്കുന്ന ആള് അയാൾ സന്തോഷത്തിൽ ഉയർന്നിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത കാലത്ത് ഞങ്ങൾക്ക് പരിചയപ്പെട്ട ഒരു വയസ്സായ ഒരു എഴുത്തുകാരൻ, പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് പണം കളക്ട് ചെയ്തിട്ട്, അദ്ദേഹം റിട്ടയർഡ് ആയിട്ടിരിക്കുകയാണ്, അധികം വരുമാനമില്ല, പഴയ പുസ്തകങ്ങളിൽ നിന്ന് എന്തോ ചെറിയ റോയൽറ്റി കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കുറച്ച് പണം കളക്ട് ചെയ്തിട്ട് എല്ലാം ഞങ്ങൾ ശേഖരിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ഫംഗ്ഷൻ നടത്തി. ആ ഫംഗ്ഷന് ഞങ്ങൾ ഈ പണം കൊടുക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചു, അദ്ദേഹത്തിന് ഞങ്ങൾ ആരും കൊണ്ടുപോയി പണം കൊടുക്കാൻ പോകുന്നില്ല. ഒരു ട്രേയിൽ ആ പണം ഹോട്ട് ക്യാഷ് വെച്ചിട്ട് അദ്ദേഹത്തോട് എടുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തരുന്നതല്ല, നിങ്ങളുടെ അധികാരമാണ്, ഞങ്ങളെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, അനുജന്മാരാണ്. നിങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യമുള്ളപ്പോൾ ഞങ്ങളിൽ നിന്ന് എടുക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. ഇതാ പണം, നിങ്ങൾ എടുക്കൂ എന്നുള്ള അർത്ഥം. എല്ലാം മൗനമായിരുന്നു. ട്രെയിൽ വെച്ചിട്ട് നിങ്ങൾ എടുത്തോളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. അദ്ദേഹം എടുത്തു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ആ പരിപാടി മുഴുവനും അദ്ദേഹം നന്നായി സംസാരിച്ചു, വളരെ സന്തുഷ്ടനായിരുന്നു. ആ അർത്ഥത്തിലാണ് പറയുന്നത്, സഹായിക്കുമ്പോൾ നമ്മുടെ കൈ ഉയരരുത്, വളരെ വിനയമായിരിക്കണം, അവരുടെ തല ഉയരണം, അവർ ഗംഭീരമായിരിക്കണം ആ സഹായം കിട്ടിയതിൽ. സഹായം ചെയ്ത ശേഷം പ്രശംസ തേടിയാൽ അതൊരിക്കലും സേവനമല്ല, അത് വ്യാപാരമാണ്. അമ്പലങ്ങളിലൊക്കെ എഴുതി വയ്ക്കുക, ഒരു ചെറിയ ഫാൻ കൊടുത്തിട്ട് ഒരു ട്യൂബ്ലൈറ്റ് കൊടുത്തിട്ട് അവർ പേര് എഴുതി വയ്ക്കുന്നതൊക്കെ കാണാം. എന്താണ് ചെയ്യുക വരുന്നത് ഇതുപോലുള്ള മനുഷ്യരെയൊക്കെ? എന്തിനാണത്? ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് അടുത്ത കൈക്ക് അറിയരുതെന്നല്ലേ പറയുന്നത്, ഇടത്തെ കൈ കൊടുക്കുന്നത് വലത്തെ കൈ അറിയരുതെന്നല്ലേ പറയുന്നത്. എന്തിനാണ് ഈ പണം കൊടുത്തിട്ട് പ്രശംസ? ഇന്ന് എൻ്റെ പേരിലാണ് അമ്പലത്തിലെ വിളക്ക് കത്തിച്ചത്, എൻ്റെ പേരിലാണ് ശിവേലിയിൽ ചെലവ്, ഇന്ന് ഞാൻ എത്ര പേർക്ക് അന്നദാനം കൊടുത്തു. എന്തിനാണ്? നിങ്ങളുടെ കഷ്ടപ്പെട്ടതെല്ലാം പോയി, ഒരു പുണ്യം കിട്ടുന്നില്ല.
യഥാർത്ഥ സ്നേഹം ആർക്കും അറിയാതെ ചെയ്യുന്ന സഹായമാണ്. നാം ദിവസേന കാണുന്ന ഓരോ അവസരങ്ങളും നമുക്ക് ബസ് സ്റ്റോപ്പിൽ ക്ഷീണിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഇരിപ്പിടം കൊടുക്കാം, ജോലി സ്ഥലത്ത് പുതിയതായി വന്ന ഒരാൾക്ക് വഴി കാട്ടാം, വീട്ടിൽ ഒറ്റപ്പെട്ട ഒരാളോട് ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം 2 മിനിറ്റെങ്കിലും സംസാരിക്കാം. ഇവയൊക്കെ മനുഷ്യൻ്റെ ഹൃദയത്തെ തൊടുന്ന സഹായങ്ങളാണ്. ഒരു മനുഷ്യൻ ദിവസേന ഒരു ഭിക്ഷക്കാരന് പണം നൽകുമായിരുന്നു. ഒരു ദിവസം അവന് പണമില്ലായിരുന്നു. അപ്പോൾ അവൻ അവൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചു. അപ്പോൾ ആ ഭിക്ഷക്കാരൻ പറഞ്ഞു, എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്ന ഇന്നത്തെ ദിവസം വിശേഷമാണ്. കാരണം ഇന്നാണ് നിങ്ങൾ എനിക്ക് യഥാർത്ഥ സഹായം ചെയ്തത്. നോക്കൂ, പണമില്ലാതെ ചെയ്ത ഏത് സഹായവും വളരെ വലിയ സഹായമായി മാറും. ആത്മീയത എന്നത് എന്താണ്? ധ്യാനം, പൂജ, ഭജന ഇത് മാത്രമല്ല, മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായി കാണുന്നതുമാണ് യഥാർത്ഥ ആത്മീയത. നീ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മ നിന്റെ ആത്മാവിനെ ഉയർത്തും എന്ന് ഗുരുക്കന്മാർ നമുക്ക് ഉപദേശിച്ചിട്ടുണ്ട്. നാം ക്ഷേത്രത്തിലേക്ക് പോകാം, പ്രാർത്ഥിക്കാം, പക്ഷേ വിശപ്പുള്ളവന് ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയത ഒരിക്കലും പൂർണ്ണമാവുകയില്ല. ഇന്നത്തെ ലോകം വളരെ വേഗത്തിലാണ് ഓടുന്നത്. ആർക്കും സമയമില്ല, ആർക്കും ക്ഷമയില്ല. ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യരാകാൻ മറക്കരുത്. എന്താണ് അർത്ഥം? നമ്മളൊക്കെ യന്ത്രവൽക്കരിക്കപ്പെട്ട ഈ ലോകത്ത് യന്ത്രങ്ങളെ പോലെ ജീവിക്കുന്നു. കയ്യിൽ എപ്പോഴും ഒരു യന്ത്രം, മൊബൈൽ നമ്മുടെ കയ്യിലുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ടെലിവിഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യരാകാൻ മറക്കരുത് എന്ന്. മനുഷ്യ, നീ മനുഷ്യനാകുന്നു, നീ യന്ത്രമല്ല, നീ മനുഷ്യനാക്. ചിരിക്ക്, മറ്റുള്ളവരോട് സന്തോഷം നൽക്, മറ്റുള്ളവരെ ഉൾക്കൊള്ളു, സ്നേഹിക്കൂ, കരുണയായിരിക്കൂ. മനുഷ്യഗുണത്തിലുള്ള എല്ലാ സർവ്വഗുണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകണം എന്നൊക്കെ ഈ പുസ്തകം പറയാതെ വളരെ സെറ്റിലായിട്ട് പറഞ്ഞു പോവുകയാണ്. മൊബൈൽ ഫോണുകളും സാമൂഹ്യ മാധ്യമങ്ങളും നമ്മെ ബന്ധിപ്പിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. ഒരിക്കലും അവർ നമ്മളെ കണക്ട് ചെയ്യുന്നില്ല. വാസ്തവത്തിൽ ഈ മൊബൈലും ഫോണൊക്കെ നമ്മളെ, ഈ സോഷ്യൽ മീഡിയയൊക്കെ നമ്മളെ കണക്ട് ചെയ്തതായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ അവ നമ്മെ മനുഷ്യത്വത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അകറ്റുകയാണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിത്. ഏറെ പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ജീവിത പാഠം ഇതാണ്. സഹായിക്കാൻ വലിയ സ്ഥാനമോ വലിയ നിലയോ വേണ്ട, ഒരു നല്ല മനസ്സ് മതി. ഇന്ന് തന്നെ നാം ഒരു തീരുമാനമെടുക്കാം. ഓരോ ദിവസവും കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ഒരു ചെറിയ നന്മ ചെയ്യാം. ആരെയും വേദനിപ്പിക്കാതെ വാക്കുകൾ സംസാരിക്കാം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു പ്രത്യാശയായി മാറട്ടെ. ഇതാദ്യം പറഞ്ഞ ഓരോ ദിവസവും കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ഒരു ചെറിയ നന്മ ചെയ്യാമെന്ന് പറയുമ്പോൾ, അമേരിക്കയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരി കാലത്തൊട്ട് വൈകുന്നേരം വരെ കാത്തിരിക്കും ആർക്കെങ്കിലുമൊക്കെ ചെറിയ സഹായം ചെയ്യണം. ഒന്ന് ഇതുപോലെ വഴി പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ട്യൂഷൻ ഫീസ് കൊടുക്കാൻ പറ്റാത്തൊരു കുട്ടി വന്ന് സംശയം ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം, വിശക്കുന്നവർക്ക് ആർക്കെങ്കിലും ഒരു ആഹാരം കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോൺ ചെയ്തൊരു പേഷ്യൻറ്റിനോട് എന്തെങ്കിലും അവർ ചെയ്യും. ചില ദിവസം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ ഉറങ്ങുന്നതിന് മുമ്പ് അയ്യോ എനിക്കെങ്ങനെയാണ് ഉറക്കം വരിക എന്ന് പറഞ്ഞ് പഴയ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വയ്യാത്ത ആൾക്കാരോ അല്ലെങ്കിൽ അവരുടെ അമ്മയെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ട് അവരോട് 2 നിമിഷം സംസാരിച്ചിട്ട് കിടന്നുറങ്ങും. അല്ലെങ്കിൽ വെറുതെ ഒന്ന് വാക്കിങ്ങിന് പോയിട്ട് ആ വഴിയിൽ ആരെങ്കിലുമൊക്കെ വിശക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഈ പുസ്തകമൊക്കെ വായിക്കുന്നതിന് മുമ്പ് തന്നെ അവർ എന്നോട് പറഞ്ഞു, എനിക്കിതൊന്നും മനസ്സിലായില്ല. വാസ്തവത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു ആവശ്യക്കാരൻ വരുമ്പോൾ നമ്മൾ സഹായിക്കും. നമ്മൾ അന്വേഷിച്ച് പോയിട്ട് എന്തിനാണ് സഹായിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നുമല്ലോ. നമ്മുടെ അങ്ങനെ ഒരു മെഷീൻ ലൈഫല്ല നമ്മുടെ. അപ്പോൾ മദർ തെരേസയെ പറ്റി പറയുമ്പോൾ അവർ പറയും, ആൾക്കാർ പറയാറുണ്ട്, നമ്മളെ തേടി വരുന്നവരെ നമ്മൾ സഹായിക്കും. മദർ തെരേസ അങ്ങനെയല്ല. ആ അമ്മ മറ്റുള്ളവരെ തേടിപ്പോയി കൽക്കട്ട നഗരത്തിൽ ഗ്രാമത്തിലെല്ലാം ഓടിപ്പോയി ചെന്ന് വിശക്കുന്നവർ, നിസ്സഹായർ, ആരുമില്ലാത്തവരെല്ലാം അവർ തേടിപ്പോയി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് എല്ലാ നന്മകളും ഒരു ദൈവത്തെ കാണുന്ന പോലെ ആ നിസ്സഹായർ ആ അമ്മ കാണാറുണ്ടെന്ന്. അതൊക്കെയല്ല ജീവിതം. എത്ര പവിത്രമാണ്. നാം ജീവിച്ച ദിവസങ്ങളുടെ എണ്ണമല്ല, നാം മറ്റുള്ളവരുടെ ജീവിതത്തെ എത്ര സുന്ദരമാക്കി എന്നതാണ് ജീവിതം എണ്ണുന്നത്. നമ്മൾ ജീവിതം എണ്ണുന്നത് എന്താണ്? എത്ര ബർത്ത്ഡേ ആയി, എത്ര ദിവസങ്ങൾ ജീവിച്ചു, എത്ര വീട് കെട്ടി, എത്ര അഹങ്കാരത്തിനായിട്ടുള്ള എത്രകൾ. പക്ഷേ നാം മറ്റുള്ളവരുടെ ജീവിതത്തെ എത്ര സുന്ദരമാക്കി എന്നതാണ് ജീവിതം കണക്കിടുന്നത് അല്ലെങ്കിൽ എണ്ണുന്നത്. ഞാൻ ഒരിക്കൽ കൂടി അത് പറയാം.
നാം ജീവിക്കുന്ന ദിവസങ്ങളുടെ എണ്ണമല്ല, നാം മറ്റുള്ളവരുടെ ജീവിതത്തെ എത്ര സുന്ദരമാക്കി എന്നതാണ് ജീവിതം എണ്ണുന്നത്. നമുക്ക് നല്ല ജീവിതം നമുക്കുണ്ട്. ഇനിയും കുറേ ആയുസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓരോ ദിവസവും ഓരോ നിമിഷവും ആദ്യം നമ്മെ തന്നെ നമുക്ക് സ്നേഹിക്കാം. ഇന്നലെയും മിനിങ്ങാന്ന് മെഡിറ്റേഷനിൽ ഞാനിരിക്കുന്ന സമയത്ത് ഗൈഡഡ് മെഡിറ്റേഷനിൽ വന്ന ഒരു മാസ്റ്റർ എന്നോട് പറയായിരുന്നു, എന്നോടല്ല എല്ലാവർക്കും ചേർന്ന് പറയായിരുന്നു, നിങ്ങൾ സന്തോഷമായിരിക്കൂ, ഒന്ന് ചിരിക്കൂ, പിന്നെ നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ നിങ്ങളെ സ്പർശിച്ച് ഒന്ന് നിങ്ങളെ സന്തോഷിപ്പിച്ച് നിങ്ങൾ തന്നെ നിങ്ങളെ ഹഗ് ചെയ്യൂ, നിങ്ങളുടെ ആത്മാവിന് അത് സുഖമാകട്ടെ. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ, ബഹുമാനിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നുള്ള ചിന്ത എനിക്ക് വന്നു. വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ബഹുമാനിക്കുന്ന ഒരു മാസ്റ്ററാണ് അവർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ സന്തോഷിച്ച് മറ്റുള്ളവർക്ക് നമ്മുടെ സന്തോഷങ്ങൾ കൊടുക്കുമ്പോൾ അത് എത്ര സന്തോഷമായിരിക്കും. അപ്പോൾ അത് ഇന്നലെ ഞങ്ങളൊരു വീട്ടിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു, പോയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എല്ലാവർക്കും ആഹാരമൊക്കെ ഉണ്ടായിരുന്നു. 4-5 കപ്പിളെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ്റെ ഭാര്യയാണ് എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കിയത്. പക്ഷെ ആഹാരം കഴിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഓടിപ്പോയിട്ട് അവൻ്റെ വൈഫിനെ എല്ലാം സഹായിക്കുകയാണ്. പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനും അത് ചെയ്യാനും കഴുകാനൊക്കെ ഒരു സ്ത്രീയുണ്ട്. എല്ലാം എടുത്ത് വെച്ച് വീടൊക്കെ വൃത്തിയായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ വലിയൊരു ഫ്രണ്ട് തമാശ പറഞ്ഞു, എന്താടാ നീയാണ് എല്ലാം ആഹാരമൊക്കെ ഉണ്ടാക്കിയത്? അല്ലടാ, ആഹാരമൊക്കെ ഉണ്ടാക്കാൻ നമുക്കറിയോ? അതൊന്നുമില്ല, ആഹാരം ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ല, പക്ഷേ ഇതുപോലത്തെ കൊച്ചു സഹായങ്ങളെങ്കിലും ഞാൻ ചെയ്യേണ്ടേ അവൾക്ക്. ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അത് കേട്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്കെല്ലാം കൂടി അവനോട് വളരെ ബഹുമാനം തോന്നി. സ്നേഹിക്കാം, സ്നേഹമല്ലേ ഈ ജീവിതം. താങ്ക് യു.